ആലപ്പുഴയിൽ 14-കാരനെ മർദ്ദിച്ച കേസിൽ പ്രതി ബി.ജെ.പി. നേതാവ് മനോജ് അറസ്റ്റിൽ. ബി.ജെ.പിയുടെ ബൂത്ത് പ്രസിഡന്റാണ് മനോജ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ഷാജഹാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷാജഹാൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മനു കഴിഞ്ഞ ദിവസമാണ് ഇയാളെ 14 വയസ്സുള്ള ഒരു കുട്ടിയെ, തമിഴ് വംശജനായിട്ടുള്ള ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള വാർത്തകൾ നമ്മളടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിനുശേഷം ഇയാളെ ആദ്യം പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഇയാൾക്ക് ശേഷം ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം സംഭവത്തിന്റെ ഗൗരവം നേരിട്ട് മനസ്സിലാക്കിയ ജില്ലാ പോലീസ് മേധാവി ഈ കേസിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് കായംകുളം ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഇപ്പോൾ 308 വകുപ്പ് പ്രകാരം, അതായത് കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 14 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കഴുത്തിൽ പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ 14-കാരനെ മർദ്ദിച്ച കേസിൽ പ്രതി ബി.ജെ.പി. നേതാവ് മനോജ് അറസ്റ്റിൽ. ബി.ജെ.പിയുടെ ബൂത്ത് പ്രസിഡന്റാണ് മനോജ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.